ലോകയിലും നൈറ്റ് റൈഡേഴ്സിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്നുള്ളൊരു ഡിഫറൻസ് എന്താണ് ഈ പടത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പറയാനുള്ളത്? അല്ല, അതിന്റെ ക്യാരക്ടർ രണ്ടിലും രണ്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ എൻ്റെ ഒരു ക്യാരക്ടർ കണ്ട് അറിയാലോ, ഒരു കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് പിന്നെ കോമഡി എന്നാൽ പിന്നെ മലയാളവും കന്നഡയും തമിഴും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ളൊരു ക്യാരക്ടർ. ഇതിൽ ഒരു മലയാളി കുറച്ച് കോമഡി. താങ്ക് യു. അങ്ങനെ തന്നെ ആയിരുന്നു. പടം കഴിഞ്ഞ് ഇങ്ങോട്ട് പുറത്തു വരുന്ന സമയത്ത് ഫ്രണ്ട്സും കണ്ടവരെല്ലാവരും ഇതെല്ലാം ഇങ്ങോട്ട് പറയുന്ന സമയത്ത് ഒരു എല്ലാ ഫ്ലേവേഴ്സും ഉള്ളൊരു ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര സന്തോഷം. സിനിമ എങ്ങനെ ഒരു കെട്ടുകഥയിൽ നിന്നൊക്കെയാണ് ത്രെഡെന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. നമ്മൾ പണ്ട് കുട്ടിക്കാലത്തൊക്കെ കേൾക്കുന്ന തരത്തിലുള്ള മുത്തശ്ശി കഥകൾ, നാടോടി കഥകൾ, ആ ഒരു ഗണത്തിൽ പെടുന്ന കഥകൾ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് നമ്മൾ കഥ കേട്ടിരിക്കാനും ആ ഒരു രസം ഉണ്ടായിരുന്നു. ആ രസം എനിക്കിപ്പോൾ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു. മാത്യുവിൻ്റെ ഒരു സ്റ്റാൻഡ് അലോൺ പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. കീറി ചെതറിച്ച് വെച്ചിരിക്കുക.